എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ +2 ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷാഫലങ്ങൾ പ്രഖ്യാപിച്ചു. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് നിലവിൽ അത് വെബ്സൈറ്റ് വഴി പരിശോധിക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് എങ്ങനെയാണ് നിങ്ങളുടെ +2വിൻ്റെ മാത്രം, അത് സെക്കൻഡ് മാത്രം പെർസെൻറ്റേജ് കാൽക്കുലേറ്റ് ചെയ്യുക, അതുപോലെ എങ്ങനെയാണ് ഓവറോളായിട്ട്, അതായത് +2വിനും +1നും ടോട്ടലായിട്ട് കിട്ടിയിട്ടുള്ള മാർക്കിൻ്റെ പെർസെൻറ്റേജ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളത് ഈ ഒരു വീഡിയോ വഴി സിമ്പിളായിട്ട് തന്നെ മനസ്സിലാക്കാവുന്നതാണ്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ നോക്കുന്നത് ഗ്രാൻഡ് ടോട്ടലിൻ്റെ പെർസെൻറ്റേജ് ആണ്. ഗ്രാൻഡ് ടോട്ടലിൻ്റെ പെർസെൻറ്റേജ് എന്ന് പറയുമ്പോൾ +1 +2ൻ്റെയും ആകെ കിട്ടിയ മാർക്കിൻ്റെ, അതായത് ഗ്രാൻഡ് ടോട്ടലായിട്ട് കിട്ടിയ ആകെ മാർക്കിൻ്റെ ടോട്ടൽ പെർസെൻറ്റേജ് ആണ് നോക്കുന്നത്. അപ്പോൾ ടോട്ടൽ പെർസെൻറ്റേജ് നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് സിമ്പിളാണ്. അപ്പോൾ നിങ്ങൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് ഗ്രാൻഡ് ടോട്ടൽ എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ റിസൾട്ടിൽ ഒരു ഭാഗത്ത് മാർക്ക് രേഖപ്പെടുത്തിയിട്ടുണ്ടാവും. ഇതിൽ നിങ്ങൾക്ക് ടോട്ടൽ എന്ന് പറഞ്ഞുകൊണ്ട് ഓരോ സബ്ജക്റ്റിൻ്റെയും മാർക്ക് കൊടുത്തിട്ടുണ്ടാവും, അതായത് 6 സബ്ജക്റ്റിൻ്റെയും മാർക്കും കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ ഇത് മൊത്തമായിട്ട് നിങ്ങൾ കൂട്ടിയ ശേഷം നിങ്ങൾക്ക് എത്ര മാർക്കാണോ കിട്ടുന്നത്, അപ്പോൾ നിങ്ങൾക്ക് എത്ര മാർക്കാണോ കിട്ടിയിട്ടുള്ള മാർക്ക്, അതായത് ഈ കിട്ടിയിട്ടുള്ള മാർക്ക് എത്രയാണോ അതിനെ 100 കൊണ്ട് നിങ്ങൾ ഗുണിക്കുക. 100 കൊണ്ട് ഗുണിച്ചിട്ട് നിങ്ങൾക്ക് കിട്ടുന്ന ആൻസറിനെ 1200 കൊണ്ട് ഹരിക്കുക. 1200 എന്ന് പറയുമ്പോൾ നിങ്ങളുടെ +1 +2ൻ്റെ ടോട്ടൽ മാർക്കാണ് 1200 എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ പെർസെൻറ്റേജ് അറിയാനായിട്ട് സാധിക്കുന്നതാണ്. ഓൾറെഡി ഈ ഒരു കാര്യം ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാൽ ഒരു വിദ്യാർത്ഥി ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു സെക്കൻഡ് ഇയറിലെ മാർക്കിൻ്റെ മാത്രം പെർസെൻറ്റേജ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം എന്നുള്ളത്. അതുകൊണ്ടാണ് ഈ ഒരു സെപ്പറേറ്റ് ആയിട്ട് മറ്റൊരു പെർസെൻറ്റേജ് വീഡിയോ ഇട്ടിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു രീതിയിൽ അപ്പോൾ ഒരു വിദ്യാർത്ഥിക്ക് ഇപ്പോൾ ഗ്രാൻഡ് ടോട്ടലിൽ നിങ്ങൾക്ക് കിട്ടുന്നത് 1200 ആണെന്ന് വിചാരിക്കുക. അത് ഫുൾ മാർക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയെങ്കിൽ ഇതിൻ്റെ പെർസെൻറ്റേജ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് വളരെ സിമ്പിളാണ്. ഇതിനെ 100 കൊണ്ട് ഗുണിക്കുക. അപ്പോൾ 100 കൊണ്ട് ഗുണിക്കുന്ന സമയത്ത്, അതായത് 1200നെ 100 കൊണ്ട് ഗുണിച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് എക്സ്ട്രാ ഒരു 2 പൂജ്യം കൂടി വരും. അപ്പോൾ അതിനുശേഷം ഇതിനെ 1200 എന്ന് പറയുമ്പോൾ ആകെ ഈ ഒരു, അതായത് ആകെ മാർക്ക് എന്ന് പറയുന്നത്, ആകെ 2 വർഷത്തെ മാർക്ക് എന്ന് പറയുന്നത് 1200 ആണ്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നതാണ് 1200ൽ എത്ര പ്രാവശ്യം പോകും എന്നുള്ളത്. അപ്പോൾ 1200 ഒരു പ്രാവശ്യം പോകും. അപ്പോൾ ഈ ഒരു രീതിയിൽ അപ്പോൾ 2 പൂജ്യം ബാക്കിയുണ്ട്. അപ്പോൾ 100 എന്നുള്ളത് ആൻസർ ആയിട്ട് കിട്ടും. അപ്പോൾ ആ ഒരു വിദ്യാർത്ഥിക്ക് 100% ഉണ്ട് എന്ന് മനസ്സിലാക്കാം. അപ്പോൾ ജസ്റ്റ് നിങ്ങൾ ഇതൊരു കാൽക്കുലേറ്റർ എടുത്ത് ചെയ്യുന്നതായിരിക്കും നല്ലത്. കാരണം ദശാംശവും കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ ജസ്റ്റ് കാൽക്കുലേറ്റർ ഉപയോഗിച്ചുകൊണ്ട് ജസ്റ്റ് ഒന്ന് പെട്ടെന്ന് തന്നെ നിങ്ങളുടെ പെർസെൻറ്റേജ് കാൽക്കുലേറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത് കണ്ടുപിടിക്കാനുള്ള ആ ഒരു സൂത്രവാക്യം എന്ന് പറയുന്നത് ഈ കിട്ടിയിട്ടുള്ള, അതായത് ഗ്രാൻഡ് ടോട്ടലിലെ ആകെ ടോട്ടൽ മാർക്ക് എത്രയാണോ ആ ഒരു ആകെ കിട്ടിയിട്ടുള്ള ടോട്ടൽ മാർക്ക് എത്രയാണോ അതിനെ 100 കൊണ്ട് ഗുണിക്കുക. ആ ഒരു 100 കൊണ്ട് ഗുണിച്ച് കിട്ടിയ ആൻസർ എത്രയാണോ ആ ഒരു കിട്ടിയ ആൻസറിനെ 1200 കൊണ്ട് ഹരിക്കുക. അപ്പോൾ അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ടോട്ടൽ പെർസെൻറ്റേജ് കാൽക്കുലേറ്റ് ചെയ്യാം. ഇനി അടുത്തത് സെക്കൻഡ് ഇയറിൻ്റെ മാത്രം പെർസെൻറ്റേജ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം എന്നുള്ളതാണ് പറയാൻ പോകുന്നത്. അപ്പോൾ സെക്കൻഡ് ഇയറിൽ ചില വിദ്യാർത്ഥികൾക്ക് പ്രാക്ടിക്കൽ ഉള്ള സബ്ജക്റ്റ് ഉണ്ടാവും, ചില വിദ്യാർത്ഥികൾക്ക് പ്രാക്ടിക്കൽ ഇല്ലാത്ത സബ്ജക്റ്റ് ഉണ്ടാവും. അതുപോലെ പഴയ സിലബസ് ആണെങ്കിൽ അവർക്ക് ഏകദേശം, അതായത് ഈ ഒരു 3 സബ്ജക്റ്റിനാണ് പ്രാക്ടിക്കൽ ഉണ്ടാവുക. അതുപോലെ ന്യൂ സിലബസ് ആണെങ്കിൽ ഏകദേശം 4 സബ്ജക്റ്റിനോളം പ്രാക്ടിക്കലുള്ള കോമ്പിനേഷനുകൾ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ സെക്കൻഡ് ഇയറിൻ്റെ മാത്രം മാർക്ക് പെർസെൻറ്റേജ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾക്ക് എത്ര വിഷയമാണോ പ്രാക്ടിക്കൽ ഉള്ളത് ആ ഒരു പ്രാക്ടിക്കൽ ഉള്ള സബ്ജക്റ്റുകളുടെ എണ്ണത്തെ 120 കൊണ്ട് ഗുണിക്കുക. 120 കൊണ്ട് ഗുണിക്കുമ്പോൾ അതിൽ പ്രാക്ടിക്കൽ കൂടി ഉൾപ്പെടുന്നത് കൊണ്ടാണ് 120ൽ മാർക്ക് വരുന്നത്. അപ്പോൾ 120ൽ നിങ്ങൾക്ക് എത്ര സബ്ജക്റ്റാണോ പ്രാക്ടിക്കൽ ഉള്ളത് അതിൻ്റെ എണ്ണത്തെ 120 കൊണ്ട് ഗുണിക്കുക. ഇപ്പോൾ ഉദാഹരണത്തിന് ബയോളജി സയൻസ് 120ലാണ് വരിക. അതിന് പ്രാക്ടിക്കൽ ഉണ്ട്, അതുപോലെ തന്നെ കെമിസ്ട്രിക്ക് പ്രാക്ടിക്കൽ ഉണ്ട്, അതുപോലെ തന്നെ ഫിസിക്സിന് പ്രാക്ടിക്കൽ ഉണ്ട്, കമ്പ്യൂട്ടർ സയൻസിന് പ്രാക്ടിക്കൽ ഉണ്ട്, അതുപോലെ മാത്തമാറ്റിക്സിന് പുതിയ സിലബസ് പ്രകാരം ഈ ഒരു പ്രാക്ടിക്കൽ ഉണ്ട്. പഴയ സിലബസിൽ പ്രാക്ടിക്കൽ ഇല്ല, പുതിയ സിലബസിൽ പ്രാക്ടിക്കൽ ഉണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിൽ വിവിധ സബ്ജക്റ്റുകൾക്ക് വരുന്നുണ്ട്. ഇപ്പോൾ നമുക്കിപ്പോൾ ഒരു കമ്പ്യൂട്ടർ സയൻസ് എടുത്തിട്ടുള്ള ഒരു വിദ്യാർത്ഥിക്കാണെങ്കിൽ കമ്പ്യൂട്ടർ സയൻസിന് പ്രാക്ടിക്കൽ ഉണ്ട്, ഫിസിക്സിനുണ്ട്, കെമിസ്ട്രിക്ക് ഉണ്ട്, അതുപോലെ മാത്സിനുണ്ട്. അതായത് 4 വിഷയങ്ങൾക്ക് പ്രാക്ടിക്കൽ വരുന്നുണ്ട്. മുമ്പാണെങ്കിൽ ഓൾഡ് സിലബസ് ആണെങ്കിൽ അതിൽ 3 വിഷയത്തിന് ഈ ഒരു പ്രാക്ടിക്കൽ വരുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എത്ര വിഷയത്തിന് പ്രാക്ടിക്കലിൻ്റെ പരീക്ഷ ഉണ്ട് അതിനനുസരിച്ച് അതിനെ 120 കൊണ്ട് ഗുണിക്കുക. ഇപ്പോൾ ഇവിടെ 4 സബ്ജക്റ്റ് ഉണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് പ്രാക്ടിക്കൽ ഉണ്ടെങ്കിൽ മാത്രം 120 കൊണ്ട് ഗുണിച്ചാൽ മതിയാകും, ഇല്ലെങ്കിൽ പ്രത്യേകിച്ച് ഗുണിക്കേണ്ട ആവശ്യമില്ല. ഇനി അടുത്തതായിട്ടുള്ളത് പ്രാക്ടിക്കൽ ഇല്ലാത്ത സബ്ജക്റ്റ് ആണ്. പ്രാക്ടിക്കൽ ഇല്ലാത്ത സബ്ജക്റ്റ് ആണെങ്കിൽ അതിൻ്റെ എണ്ണത്തെ 100 കൊണ്ട് ഗുണിക്കുക. ഇപ്പോൾ ഇവിടെ ബാക്കിയുള്ളത് 2 സബ്ജക്റ്റ് ആയിരിക്കും, ടോട്ടൽ 6 സബ്ജക്റ്റ് ആണ്. 4 സബ്ജക്റ്റിന് പ്രാക്ടിക്കൽ ഉണ്ട്, 2 സബ്ജക്റ്റിന് പ്രാക്ടിക്കൽ ഇല്ല. അപ്പോൾ ഇങ്ങനെ നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇപ്പോൾ ടോട്ടലായിട്ട് കിട്ടുക, അതായത് 120 × 4 എന്ന് പറയുമ്പോൾ ഏകദേശം 480 മാർക്കാണ് വരിക. 480 + 100 × 2 എന്ന് പറയുമ്പോൾ 200 മാർക്കാണ്. ടോട്ടൽ 680 മാർക്കാണ് കിട്ടുക, അതായത് 680 മാർക്കാണ് കിട്ടുക. അപ്പോൾ ഈ ഒരു രീതിയിൽ സിമ്പിളായിട്ട് തന്നെ നിങ്ങൾക്ക് എത്രയാണ് ടോട്ടൽ മാർക്ക് എന്ന് മനസ്സിലാക്കാവുന്നതാണ്. അതായത് +2ൻ്റെ സെക്കൻഡ് ഇയറിലെ ആകെ മാർക്ക് എത്രയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതാണ്. ഇനി ചില വിദ്യാർത്ഥികൾക്ക് പ്രാക്ടിക്കൽ ഒട്ടുമില്ലാത്ത സബ്ജക്റ്റ് ഉണ്ടാവും. പ്രാക്ടിക്കൽ ഇല്ലാത്ത കോമ്പിനേഷൻ ആണെങ്കിൽ 100 അതായത് 100 ഗുണിക്കണം എത്ര സബ്ജക്റ്റ്, 6 സബ്ജക്റ്റ് ആണെങ്കിൽ 6 സബ്ജക്റ്റ്, അത് 600ലാണ് വരിക. അതുപോലെ തന്നെ നിങ്ങൾ ഓൾഡ് സിലബസിലുള്ള ഈ ഒരു സയൻസ് ഗ്രൂപ്പ് പഠിച്ചവർ ആണെങ്കിൽ അവർക്കാണെങ്കിൽ ഈ ഒരു ബയോളജി, അതുപോലെ തന്നെ ഈ ഒരു ഫിസിക്സ്, അതുപോലെ തന്നെ
കെമിസ്ട്രി, അതുപോലെ തന്നെ കമ്പ്യൂട്ടർ സയൻസ്, ഇത്രയും വിഷയങ്ങൾക്ക് മാത്രമേ ഓൾഡ് സിലബസ് ഈ ഒരു പ്രാക്ടിക്കൽ ഉള്ളൂ. മാത്സിന് ഓൾഡ് സിലബസ് ആണെങ്കിൽ അതിൽ പ്രാക്ടിക്കൽ വരുന്നില്ല. അപ്പോൾ അങ്ങനെയുള്ള വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് 120 ഗുണിക്കണം. ഇവിടെ പ്രാക്ടിക്കൽ വരുന്നത് ഫിസിക്സ്, കെമിസ്ട്രി, കമ്പ്യൂട്ടർ സയൻസിന് ആണെങ്കിൽ 3 എണ്ണമാണ് വരിക. ബയോളജി സയൻസ് ആണെങ്കിൽ ബയോളജി, ഫിസിക്സ്, കെമിസ്ട്രി, ഇതിനാണ് ഓൾഡ് സിലബസിൽ പ്രാക്ടിക്കൽ വരിക. ന്യൂ സിലബസ് ആണെങ്കിൽ അതിൽ മാത്സിന് കൂടി പ്രാക്ടിക്കൽ വരുന്നുണ്ട്. അപ്പോൾ 120 ഗുണിക്കണം സബ്ജക്റ്റുകൾ എത്ര വിഷയമാണോ പ്രാക്ടിക്കൽ ഉള്ളത്. ആ ഒരു ഓൾഡ് സിലബസ് ആണെങ്കിൽ 3 എണ്ണമായിരിക്കും ഉണ്ടാവുക. ന്യൂ സിലബസ് ആണെങ്കിൽ 4 സബ്ജക്റ്റിനാണ് പ്രാക്ടിക്കൽ ഉണ്ടാവുക. അതുപോലെ തന്നെ ബാക്കി പ്രാക്ടിക്കൽ ഇല്ലാത്ത സബ്ജക്റ്റ് ആണെങ്കിൽ ബാക്കിയുള്ള സബ്ജക്റ്റാണ്, അത് 3 സബ്ജക്റ്റിന് പ്രാക്ടിക്കൽ ഉണ്ടാവില്ല. പുതിയ സിലബസ് പ്രകാരം 120 സയൻസ് ഗ്രൂപ്പ് ആണെങ്കിൽ അതിന് 120 × 3 എന്ന് പറയുന്നതിന് പകരം 4 എന്ന് പറയേണ്ടി വരും. കാരണം 4 സബ്ജക്റ്റിന് പ്രാക്ടിക്കൽ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ഓൾഡ് സിലബസ് പ്രകാരം ഈ ഒരു 3 സബ്ജക്റ്റിനാണ് പ്രാക്ടിക്കൽ ഇല്ലാത്തത്. എന്നാൽ പുതിയ സിലബസ് പ്രകാരം 2 സബ്ജക്റ്റിനെ പ്രാക്ടിക്കൽ ഇല്ലാണ്ടുള്ളൂ സയൻസ് ഗ്രൂപ്പിൽ. അപ്പോൾ ഈ ഒരു രീതിയിൽ ജസ്റ്റ് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യുക. ഇത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ടോട്ടൽ നിങ്ങൾക്ക് 660 മാർക്കാണ് ടോട്ടലായിട്ട് കിട്ടുക. അപ്പോൾ നിങ്ങൾക്ക് പ്രാക്ടിക്കൽ തീരെ ഇല്ലാത്ത ഒരു സബ്ജക്റ്റ് ഉള്ള, അതായത് ആ ഒരു കോമ്പിനേഷൻ ആണ് നിങ്ങൾക്കുള്ളതെങ്കിൽ 100 ഗുണിക്കണം 6 വെച്ചിട്ട് 600 വെച്ച് നിങ്ങൾക്ക് ആകെ +2ൻ്റെ മാർക്ക് കിട്ടുന്നതാണ്. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് എങ്ങനെയാണ് നിങ്ങളുടെ ഈ ഒരു സെക്കൻഡ് ഇയറിൻ്റെ മാത്രം മാർക്ക് പെർസെൻറ്റേജ് കാൽക്കുലേറ്റ് ചെയ്യുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം, ഇവിടെ സെക്കൻഡ് ഇയറിൽ ടോട്ടൽ എന്ന് പറഞ്ഞുകൊണ്ട് സെക്കൻഡ് ഇയറിൻ്റെ സെപ്പറേറ്റ് ആയിട്ട് ടോട്ടൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ടോട്ടൽ കിട്ടിയതിനെ ടോട്ടലായിട്ട് നിങ്ങൾ കൂട്ടുക. കൂട്ടിയ ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് ആ ഒരു കിട്ടിയിട്ടുള്ള മാർക്ക്, ഇവിടെ നിങ്ങൾക്ക് ടോട്ടലായിട്ട് എത്രയാണോ ആ ഒരു ടോട്ടൽ കിട്ടിയിട്ടുള്ളത്, ആ ഒരു ടോട്ടലായിട്ട് കിട്ടിയിട്ടുള്ള മാർക്കിനെ 100 കൊണ്ട് ഗുണിക്കുക. 100 കൊണ്ട് ഗുണിച്ച ശേഷം നിങ്ങൾക്ക് ആ ഒരു നേരത്തെ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ നിങ്ങൾക്ക് ആകെ മാർക്ക് എത്രയാണോ കിട്ടിയത്, അതായത് 660 ആണോ അല്ലെങ്കിൽ 680 ആണോ അല്ലെങ്കിൽ 600 ആണോ, ഏതാണ് കിട്ടിയത് അതുകൊണ്ട് നിങ്ങൾ ഹരിക്കുക. അപ്പോൾ നിങ്ങളിപ്പോൾ ബയോളജി സയൻസ് ഗ്രൂപ്പ് ഒക്കെ ആണെങ്കിൽ ഏകദേശം 680 ആണ് വരിക. അപ്പോൾ കൃത്യമായിട്ട് അതുകൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്ര പെർസെൻറ്റേജ് മാർക്ക് സെക്കൻഡ് ഇയറിൽ കിട്ടി എന്നുള്ളത് സിമ്പിളായിട്ട് തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ഇപ്പോൾ ഒരു ഉദാഹരണത്തിന്, ഇപ്പോൾ ഒരു വിദ്യാർത്ഥി ഇപ്പോൾ ബയോളജി സയൻസ് ആണ് പഠിച്ചിട്ടുള്ളതെങ്കിൽ ആ ഒരു വിദ്യാർത്ഥിക്ക് ജസ്റ്റ് ഉദാഹരണം പറയാം, ബയോളജി സയൻസ് ആണ് പഠിച്ചതെങ്കിൽ ഈ വർഷമാണ് പഠിച്ചിട്ടുള്ളതെങ്കിൽ ആ ഒരു വിദ്യാർത്ഥിക്ക് ബയോളജിക്ക് പ്രാക്ടിക്കൽ ഉണ്ട്, ഫിസിക്സിനുണ്ട്, അതുപോലെ കെമിസ്ട്രിക്ക് ഉണ്ട്, മാത്സിന് പ്രാക്ടിക്കൽ ഉണ്ട്. അപ്പോൾ ഇങ്ങനെ വരുന്ന സാഹചര്യത്തിൽ ആ ഒരു വിദ്യാർത്ഥിയുടെ ടോട്ടൽ മാർക്ക് നോക്കുന്ന സമയത്ത് 120 ഇൻറ്റു പ്രാക്ടിക്കലുള്ള സബ്ജക്റ്റുകളുടെ എണ്ണം 4 എണ്ണമാണ്. അപ്പോൾ 4 പ്ലസ് അതുപോലെ തന്നെ പ്രാക്ടിക്കൽ ഇല്ലാത്ത സബ്ജക്റ്റുകളെ 100 കൊണ്ട് ഗുണിക്കുക. അങ്ങനെ ടോട്ടൽ കിട്ടുന്ന സമയത്ത് ഏകദേശം 650 മാർക്ക് കിട്ടുന്നതാണ്. അപ്പോൾ ഈ ഒരു 650 മാർക്ക് കിട്ടി. ആ ഒരു വിദ്യാർത്ഥിക്ക് 650 മാർക്ക് തന്നെ +2ലെ ഈ ഒരു ടോട്ടൽ, അതായത് ഈ ഒരു ടോട്ടൽ കൂട്ടുന്ന സമയത്ത് ഇവിടെ 650 തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയെങ്കിൽ 650 എന്ന് പറയുന്നത് ഇവിടെ കിട്ടിയുള്ള ഈ ഒരു മാർക്കാണ്. അപ്പോൾ അതിനെ ഈ ഒരു 100 കൊണ്ട് ഗുണിച്ച് കഴിഞ്ഞാൽ ഏകദേശം 68,000 കിട്ടും. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഈ ഒരു കിട്ടിയതിനെ ഈ ഒരു 650 കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ, അതായത് ഇവിടെ 650 പോവും. അപ്പോൾ ഈ ഒരു 2 0 ബാക്കി, അങ്ങനെ ടോട്ടൽ 100% മാർക്ക് കിട്ടിയെന്ന് മനസ്സിലാക്കാം. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് നിങ്ങളുടെ ഓവറോൾ പെർസെൻറ്റേജും അതുപോലെ തന്നെ സെക്കൻഡ് ഇയറിലെ മാത്രം പെർസെൻറ്റേജും കാൽക്കുലേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.